ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറ്റ് നക്ഷത്രം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് തൊണ്ടവേദനയാണ് കേട്ടോ, അതുകൊണ്ട് സൗണ്ടൊക്കെ ഇത്തിരി കമ്മിയാണ് കേട്ടോ. അപ്പോൾ നല്ല ചുമയുണ്ട് കേട്ടോ, അപ്പോൾ ഇടയ്ക്ക് ചുമയൊക്കെ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് അടുപ്പിൻ്റെ ഇടയൊക്കെ വൃത്തിയാക്കി തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചു കിട്ടും. അപ്പോൾ നമുക്കിന്ന് വെള്ളപ്പയറും മത്തനും വെക്കാം കേട്ടോ കറി. അപ്പോൾ വെള്ളപ്പയറാണ്, വെള്ളപ്പയർ വലിയ വെള്ളപ്പയറാണ് കേട്ടോ. പിന്നെ മത്തനൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ച് അതിനെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി തേങ്ങ ചിരവണം കേട്ടോ. തേങ്ങ അപ്പോൾ ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് എടുക്കണം, പണ്ട് തേങ്ങയെല്ലാം ഫുള്ളായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ അതിന് ചിരകി വെച്ചു. അപ്പോൾ അതിൻ്റെ മേലെ ജീരകം ഇട്ടുണ്ടായിരുന്നു, തേങ്ങയും ജീരകം കൊണ്ട് അരയ്ക്കുക. അപ്പോൾ വെള്ളപ്പയർ നല്ല വലുതായിരുന്നു കേട്ടോ, നല്ല വലിയ വെള്ളപ്പയറായിരുന്നു. അപ്പോൾ ആ വെള്ളപ്പയർ എടുത്തിട്ട് ഞാൻ കഴുകണം. അത് കഴുകിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അത് കഴുകണം. വൃത്തിയായിട്ട് കഴുകിയ ശേഷമാണ് നമ്മൾ വേവിക്കാൻ വെക്കുക കേട്ടോ. ഞാൻ വറുക്കുകയൊന്നും ചെയ്തിട്ടായിരുന്നില്ല കേട്ടോ. നിങ്ങളൊക്കെ വറുത്തിട്ടാണോ വെക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനത് വറുക്കാണ്ട് കുക്കറിലിട്ടിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഒരു 4-5 വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. നല്ല വേവ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് 4-5 വിസിലൊക്കെ വന്ന് അത് വെന്തു കേട്ടോ. അപ്പോൾ വെള്ളപ്പയർ നല്ല വലിയ വെള്ളപ്പയറാണ് കേട്ടോ, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞു കേട്ടോ. വെന്ത ശേഷം അതിലേക്ക് മത്തൻ ഇട്ടു കേട്ടോ. മത്തൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെന്ത് വരുമ്പോൾ ചെറിയതാവും കേട്ടോ. അപ്പം മത്തൻ ഇട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടി ഇടും കേട്ടോ. മല്ലിപ്പൊടി കുറച്ചാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടും. അപ്പോൾ ഈ 3 ഉപ്പ് പിന്നെയാണ് ഇട്ടിട്ട് വെന്ത ശേഷമാണ് ഒന്ന് ഉപ്പ് ഇടുക കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടു കേട്ടോ. പിന്നെ മല്ലിപ്പൊടി കുറച്ചാണ് ഞാൻ ഇടാറ്, നിറയെ ഇടില്ല കേട്ടോ, 1 സ്പൂണൊന്നും ഇടില്ല കേട്ടോ. ഇതിനെ പറയും. ഇത് അമ്മേനോട് ചോദിച്ചിട്ട് കേട്ടോ, അമ്മയേട്ടോ പറഞ്ഞു തന്നത്. വീട്ടിലോട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെയാണ് കേട്ടോ വെക്കുക, വേണ്ട ട്രൈ ചെയ്യുക കേട്ടോ ഞാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു പയറുപ്പേരിയും വെക്കാറുണ്ട്. അപ്പോൾ പയർ ആദ്യം വേവിക്കുകയാണ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കണം. ഞാൻ സാധാരണ കടുക് തളിച്ചിട്ടാണ് വെക്കാറ്. ഇന്ന് ഞാൻ വേവിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതായത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ എണ്ണ ഒഴിച്ച് കടുകിട്ട് താളിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ജനലിൽക്കൂടുള്ളൊരു പോസുകൾ എടുത്താട്ടോ. പിന്നെ തേങ്ങയൊക്കെ അരക്കുകയാണ്. തേങ്ങയും ജീരകം ഇട്ടിട്ടായിരുന്നില്ല, അത് അരക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും ജീരകം അരച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൈ വിട്ടാലത് നിൽക്കും കേട്ടോ. മിക്സി ക്ഷമിക്കണേ. അപ്പോൾ മത്തനൊക്കെ വെന്ത് വന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മത്തനൊക്കെ വെന്ത് വന്നത് ഒരു 6 വിസിലാട്ടോ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വെള്ളപ്പയറിൻ്റെയും മത്തനും കൂടി ഒരു 6 വിസിലായിരുന്നു കേട്ടോ. മത്തന് 2 വിസിലാട്ടോ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളപ്പയർ 4 വന്നിട്ടായിരുന്നു. അപ്പോൾ തേങ്ങ ഒഴിക്കുകയാണ് കേട്ടോ. തേങ്ങ അരച്ചതൊക്കെ ഒഴിക്കുകയാണ് അതിലേക്ക്, വെള്ളപ്പയറിലോട്ടേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും ജീരകമാണ് അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഒഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ. ഞങ്ങൾ എപ്പോഴെങ്കിലും ഈ കറി വയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ വെജിറ്റബിൾ തന്നെയല്ലേ കഴിക്കുക. അപ്പോൾ ഇന്ന് ഇടയ്ക്കൊന്ന് മത്തനും വെള്ളപ്പയറും കൂടി വെക്കാൻ വേണ്ടി വെച്ചാണ് കേട്ടോ. എന്താണ് വെള്ളപ്പയർ അടിപൊളിയല്ലേ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ, നല്ലൊരു ഭംഗിയാണ്. പിന്നെ അതിന് താളിക്കാനുള്ള സാധനങ്ങൾ വെളുത്തുള്ളി, കറിവേപ്പില, വറമുളക്. അപ്പോൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, വറമുളക് ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, അതിനങ്ങ് താളിച്ചു അങ്ങോട്ട് വെച്ചു. പിന്നെ നമ്മുടെ അടുക്കള ക്ലീൻ ചെയ്തു. നിങ്ങൾക്ക് ഞങ്ങളുടെ അടുക്കള ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മത്തനും വെള്ളപ്പയറും. അടിപൊളിയാണോ? പിന്നെ അടുത്ത് ഞങ്ങളുടെ പയറുപ്പേരി, ഇത് ചോറ്, ഇത് കുടിക്കാനുള്ള വെള്ളം. ഞങ്ങളുടെ അടുക്കള ക്ലീനായി. ഞാൻ ക്ലീൻ ചെയ്തു, എല്ലാവിടെയും വൃത്തിയാക്കി വെച്ചു. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞടുക്കള. നിങ്ങളിങ്ങനെയാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ എല്ലാവരും. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ, തെറ്റുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക. എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് അത്ര വീഡിയോ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു എന്നുള്ളൂ. ഇതാണ് ഞങ്ങളുടെ അടുക്കള. അടിപൊളിയാണ്. കമൻറ്റ് ചെയ്യുക, നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞങ്ങൾ ഇനിയും വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം എല്ലാവരും. അപ്പോൾ ടാറ്റാ ബൈ, ഇത്രയേ ഉള്ളൂ കേട്ടോ.